ഈ ഉസ്താദ് ആളൊരു പുലിയാണ് കേട്ടോ. ഒരു ഇസ്ലാമിക ഡോക്ടറാണ് ഇദ്ദേഹം. എന്ത് വിഷയത്തിലാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇദ്ദേഹം ഇസ്ലാമിലെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ആരോഗ്യ വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മിക്കതും വലിയ അബദ്ധങ്ങളുമായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധത പറയാനും ഒരു മടിയില്ലാത്ത ഒരാളാണ്. നമ്മുടെ അബൂബക്കർ ഉസ്താദിനെ പോലെ തന്നെ സ്ത്രീവിരുദ്ധത പറയുന്നതിൽ പ്രശസ്തനും പ്രഗത്ഭനുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പൊന്നാനി മത്തി നെല്ലിക്ക ചതച്ചിട്ട് കറി വെക്കുന്ന വീഡിയോ വളരെ പ്രശസ്തവുമാണ്. അതൊക്കെ നമുക്കൊരു തമാശയോടെ കേട്ടിരിക്കാമെങ്കിൽ ഒരു മനുഷ്യന് കേട്ടിരിക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള സ്ത്രീവിരുദ്ധത പരസ്യമായിട്ട് പറയുകയും അങ്ങേയറ്റം മനുഷ്യരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സംസ്കാരശൂന്യമായ നിലപാടുകൾ ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ വീഡിയോ കേൾപ്പിക്കേണ്ടി വന്നതിൽ നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കാം. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിന്റെ നടുവിൽ നിർത്തിയിട്ട് വരുന്ന എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കൾക്കൊക്കെ വ്യഭിചരിക്കാൻ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ, നേത്ര വ്യഭിചാരം നടത്താൻ നിർത്തിക്കൊടുക്കുന്ന വാപ്പിയമ്മയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവൂല, വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. ഇതിനോട് പ്രതികരിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിലുള്ള സ്ത്രീകളാണ്. ഈ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർക്ക് നല്ല ഇറച്ചിയും പത്തിരിയും നല്ല കൊഴുപ്പുണ്ടാക്കിയിട്ട് കറി വെച്ച് സ്പെഷ്യലായിട്ട് ഉസ്താദിന് പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്ന കാത്തിരിക്കുന്ന ആളുകളില്ലേ, വീട്ടുകാര്, അത്തരം ആളുകളാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. ഞാൻ ഇതിനോട് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കേണ്ടതില്ല. അതേ സമയത്ത് ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും മലിനമായ ഒരു ചിത്രം ഇദ്ദേഹം ഇവിടെ തുറന്നു കാണിക്കുന്നു. ഇസ്ലാം സ്ത്രീകളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഒരു മറയുമില്ലാതെ ഇദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. ഒരു കല്യാണ ദിവസം, കല്യാണത്തിൻ്റെ തലേ ദിവസമോ കല്യാണത്തിൻ്റെ അന്നോ തലയിൽ തട്ടമിടാതെ ബുർഹ ധരിക്കാതെ ഒരു പെൺകുട്ടിയെ വേദിയിൽ കൊണ്ടുവന്നാൽ, കല്യാണ സദസ്സിൽ കൊണ്ടുവന്നാൽ അത് വ്യഭിചാരത്തിനുള്ള അവസരമൊരുക്കലും വ്യഭിചാരശാല നടത്തലുമാണ് ആ രക്ഷിതാക്കൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ഈ ഉസ്താദിനോട് സ്നേഹവും കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ല മുഴുത്ത മുട്ടനാടിൻ്റെ ഇറച്ചി വാങ്ങിയിട്ട് നല്ല കുറുകിയ കറി ഉണ്ടാക്കി നല്ല നൈസ് പത്തിരി ഉണ്ടാക്കിയിട്ട് ഉസ്താദിനെ സൽക്കരിക്കണമെന്നാണ് മുസ്ലിം സമുദായത്തിലെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും പെൺകുട്ടികളുടെ പിതാക്കന്മാർക്കും തോന്നുന്നെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് വേറെ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. അതേ സമയത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സകലം ലിംഗമയം, സകലം വ്യഭിചാരമയം. ഇതാണ് ഇസ്ലാം. ചിന്തയിലും സംസാരത്തിലും നോക്കിലും വാക്കിലും നടത്തത്തിലും ഒക്കെ വ്യഭിചാരം കൊണ്ട് അളക്കുക, ലൈംഗികത കൊണ്ട് അളക്കുക, ഇത് മാത്രം തല മുതൽ പാദം വരെ കുത്തി നിറക്കുന്ന ഒരു ചിന്താ പദ്ധതി. അതാണ് ഇസ്ലാം. ഞാൻ പറയുന്നതല്ല, ഉസ്താദ് പറയുന്നതാണ്. ഉസ്താദ് പറയുന്നു, ഉസ്താദ് പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞാണ്. എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ കേൾപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞതാ. കണ്ണിന്റെ വിചാരം നോട്ടാണ്. വ്യഭിചരിക്കണില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. വ്യഭിചാരം എന്താ നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ്. അത് കണ്ണിന്റെ വിചാരം നോട്ടാണ്. അതെ, നമ്മൾ വ്യഭിചരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാ? നമുക്ക് വ്യഭിചാരം എന്താണെന്ന് അറിയില്ല. ഇതുപോലത്തെ ദുരന്തം നോക്കിയാൽ കണ്ണിന്റെ വ്യഭിചാരം. പിന്നെ കൈയുടെ വ്യഭിചാരം എന്താ പറഞ്ഞു? കൈയിന്റെ വ്യഭിചാരം തൊടലാണ്. അത് KSRTC ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിലും ശരി, പൈസ കൊടുത്തപ്പോ എന്നാലും അതെന്താണ്. അതെ, നമുക്ക് വ്യഭിചാരത്തിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ട്, അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് അറിയാവുന്ന ഉസ്താദുമാർ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. വേറെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ നാവിന്റെ വിചാരം സംസ്ഥാനമാണ്. അത് ട്രാവൽസിലെ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നാവിന്റെ വിചാരം സംസാരമാണ്, കാലിന്റെ വിചാരം നടത്താണ്. ഇതൊക്കെ വിചാരം ഗുഹ്യം കൊണ്ട് മാത്രമല്ല വിചാരം. അതെ, ഞാൻ പറഞ്ഞാല് ഗുഹ്യം കൊണ്ട് മാത്രമുള്ളതല്ല. ഇവര് പാദം മുതൽ കാലിന്റെ തള്ളവിരലിന്റെ നഖം മുതൽ ഉച്ചിയിലെ അവസാനത്തെ മുടിയുടെ തുമ്പ് വരെ വ്യഭിചാരം, ലൈംഗികത, ചിന്തയില്, സംസാരത്തില്, നോട്ടത്തില്, നടത്തത്തില്, ഇരുത്തത്തില്, എല്ലാത്തിലും വ്യഭിചാരം. ആ അളവുകോല് വെച്ചിട്ടാണ് ഇവർ ജീവിതത്തെ സമഗ്രമായും അളക്കുന്നത്, അതിനെ വിലയിരുത്തുന്നത്, മനുഷ്യന്മാർക്ക് മാർക്കിടുന്നത് എല്ലാം. കഷ്ടം എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക? ഇതിനകത്ത് പെട്ടുപോയവർക്ക് ഒന്നുകിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് സഹിക്കുക.